ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തു ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നേ? നമുക്ക് മധുരമില്ലാത്ത ഉണ്ണിയപ്പം ആക്കിയാലോ? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാ? ഞാൻ പറയാം. ഒരു ഗ്ലാസ് പച്ചരി, ഒരു സ്പൂണ് കുറച്ചും കൂടെ ഉഴുന്നുപരിപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് 3 പച്ചമുളക്, ചെറിയ കറിവേപ്പില. ഇങ്ങനെ ഒരു സ്പൂണ് ഉഴുന്ന് ഇതിനകത്ത് കുറച്ചുകൂടി, കുറച്ചത്ര വേണ്ട, അത്ര വേണ്ട, മതി. ഓക്കെ. ഇനി അരിയും ഉഴുന്നും കൂടെ കഴുകി വൃത്തിയാക്കി കുതിരാൻ വെക്കണം ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ കഴിഞ്ഞ് അരക്കുമ്പോൾ ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലും കൂടി അരച്ച് ദോശമാവിൻ്റെ പാകത്തിന് ആക്കി വെക്കണം. ഈ പാകത്തിന് അരച്ച് വെച്ച് എന്നിട്ടാകുമ്പോൾ ചുട്ടെടുക്കാം. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് ചുടുമ്പോൾ അതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അത് അന്നേരം കാണിക്കാം കേട്ടോ. നമ്മൾ അരിമാവെല്ലാം പൊങ്ങിയതാ, നല്ലതുപോലെ പൊങ്ങി വന്ന് ഇത് നമുക്ക് ചുടാൻ തുടങ്ങാം കേട്ടോ. ടേസ്റ്റ് കൂട്ടാൻ ഒരു സാധനം ചേർക്കാറില്ല, അതായത് കേട്ടോ. തേങ്ങാപ്പാൽ ഒരു സ്പൂൺ കൂടെ ചേർത്തോ. അത് കാണിക്കാം. എണ്ണ അടി കൊടുക്കട്ടെ. കുറച്ച് നല്ലോണം തരേ. എല്ലാത്തിലും എണ്ണ അടി കൊടുത്തിട്ടുണ്ട്. ജയന്തു എഴുതുന്ന സമയം കൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. അടച്ചു വെക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതെന്ത് കറി കൂട്ടിയിരുന്ന ടേസ്റ്റ്? ഇതിന് കറിയൊന്നും വേണ്ട പോലെ വെറുതെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒന്ന് മറിച്ചിടാം കേട്ടോ. ഇതെൻ്റെ മറ്റേ ഇൻഡാലിയത്തിൻ്റെ പാത്രമാണ്. ഓട്ടിൻ്റെയോ മറ്റേ ഇരുമ്പിൻ്റെയോ ആണെങ്കിൽ മറിച്ചിടേണ്ട ആവശ്യം വരില്ല. ഉണ്ണിയപ്പം ലാസ്റ്റിലെത്തേത് കേട്ടോ. ഉണ്ണിയപ്പം മൊത്തം ചുട്ട് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തു. ഇതാ നമ്മുടെ ഉണ്ണിയപ്പം. ഒരു ഗ്ലാസ് അരി കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചുട്ടെടുത്ത് ഉണ്ണിയപ്പം നല്ല പന്നിക്കെട്ട് പോലെ വന്നിട്ടുണ്ട്. എന്തോ ഈ അപ്പത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടാ? ഉണ്ട്. പിന്നെ എന്താ പറയാ, വെള്ളക്കാരാന്ന് പറയും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.